Hey guys, welcome back to our channel Vlog Tales by Adarsh. നിങ്ങളിപ്പോൾ കാണുന്നത് 2026 ജാനുവരി 1 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് വിച്ച് വാസ് ഫിലിംഡ് ഇൻ ഡിസംബർ 31. അതായത് ഡിസംബർ 2025 ഏറ്റവും ലാസ്റ്റ് വീഡിയോ 2026 നിങ്ങൾ കാണുന്ന ഫസ്റ്റ് വീഡിയോ. സോ റീസെൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. സോ ആ പുതിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാർട്ടി വെൽക്കം മൈസെൽഫ് ആദർശ. ആൻഡ് നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ചേർത്ത് ഒരു ഹാപ്പി ന്യൂ ഇയർ. ഓൺ ദിസ് വീഡിയോ, ഈ വീഡിയോ ശരിക്കും 2025 തന്നെ ഇടേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ തിരക്കുകൾ മൂലം എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല ഷൂട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് 31 രാത്രി ഇരുന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നാലിടാൻ പോകുന്നത്. Okay, however, in this video we are going to talk about my 2025 ഒരു റീക്യാപ്പ് വേർഷൻ പോലെ ചെറുതായിട്ട്. ആൻഡ് 2026 നമുക്ക് എല്ലാവർക്കും പറ്റിയ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അത് ഇപ്പോൾ എല്ലാവരും ഇൻസ്പയർഡ് ആയിട്ട് വിഷൻ ബോർഡ് മറ്റേത് മറിച്ചും റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു സ്പീച്ച് എന്നൊന്നുമില്ല, ചെറിയൊരു ടോപ്പിക്. ആൻഡ് ഐ മെയ്ഡ് മൈ ഫസ്റ്റ് വിഷൻ ബോർഡ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ്, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ. ആൻഡ് പുതിയ 2026 വി ആർ ഗോണ ഫോക്കസ് മെയിൻലി ഓൺ അവർ യൂട്യൂബ്. ഞാൻ പറഞ്ഞ പോലെ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, എഡിറ്റിംഗ് ക്വാളിറ്റി, ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ആക്കണം. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ 2025 തീരുമ്പോഴേ നമ്മൾ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ആൻഡ് 2026 നിങ്ങൾ അതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. സോ എല്ലാവരുടെയും പോലെ കഴിഞ്ഞ വർഷം, അതായത് 2025 എനിക്കും ഒരു നോർമൽ ഇയർ ആയിരുന്നു. വലിയ അപ്പും വലിയ ഡൗണും ഒന്നുമില്ലാത്തൊരു ഇയർ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇനി വരാൻ പോകുന്ന 2026 അത് നമ്മുടെ വർഷം തന്നെ ആയിരിക്കും. ഫ്രഷ് ഡയലോഗല്ലേ. സോ 2025 എന്ന് പറഞ്ഞാൽ എൻ്റെ SSLC തീരുന്ന വർഷമായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് അടിപൊളി മെമ്മറബിൾ എന്നൊക്കെ പറയാം. ആൻഡ് +1 തൊട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2025. ആൻഡ് ഇനി 2026 ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ഹാബിറ്റ് കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാകും. സോ നിങ്ങൾക്കും അത് കണ്ടുപിടിച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിഷൻ ബോർഡ് വിൽ ഹെൽപ്പ് യു. സോ വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിഷൻ ബോർഡൊന്നും വേണ്ട, ഇനി സ്വന്തമായിട്ട് മനസ്സിൽ തന്നെ റെസൊല്യൂഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വിഷൻ ബോർഡിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോൾസ് ഉണ്ടല്ലോ 2026, അതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ്, ഗോൾസ്, ഹാബിറ്റ്, ഇങ്ങനെയാണ് ഞാൻ തിരിച്ചേക്കുന്നത്. ഗോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾസ്, ഇപ്പോൾ ഞാൻ പറയാം എനിക്ക് ഫ്യൂച്ചറിൽ ഇന്നതാവണം, അത് ഞാൻ ഇപ്പോഴേ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല, ബട്ട് മാനിഫെസ്റ്റിംഗ് അത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡ്രീം ഗോൾ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോൾ നമുക്ക് അതിനുള്ളവരോട് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് കൂടും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡ്രീം, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ, അത് സാധനങ്ങൾ ആയിട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഗോൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാറ്, അതുപോലെ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നേടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഹാബിറ്റാണ് എനിക്ക് കുറച്ചും കൂടെ കുറച്ച് കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കുറേ ഹാബിറ്റ് ഉണ്ടാകും, മെയിൻലി ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്, ഡയറ്റ്, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും വിഷൻ ബോർഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ. ജാനുവരി 1 തന്നെ നമുക്കിരുന്ന് ചെയ്ത് വൈകുന്നേരത്തുള്ള സെറ്റപ്പൊക്കെ നോ പ്രോബ്ലം. വിഷൻ ബോർഡ് നമുക്കൊരു ബോർഡായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറിച്ച് വെക്കുക. അതൊരു ഡയറിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടക്കിടക്കല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു പർപ്പസ് ആയിരിക്കും നമ്മൾ എണീച്ച് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നത്. അടിപൊളിയായിരിക്കും. ഇതിലൊക്കെ പുറമെ കുറേ ലൈഫ് ലെസൺസ് ഉണ്ട്. നമ്മൾ 2025 പഠിച്ച കുറേ കാര്യങ്ങൾ 2026 നമ്മൾ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാം, ഒന്ന് ഇരുത്തിയിരുന്ന് ആലോചിക്കാം. ഇനി അതൊന്നും പാടില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ കഥ പറയാം. ഓക്കെ.
രണ്ട് രീതിയിൽ നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ ക്യാൻവയാണ് എന്നെ യൂസ് ആക്കുന്നത്. ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഗൂഗിളിലോ പിൻട്രസ്റ്റിലോ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഗോൾസ് ആയിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന പിക്ചേഴ്സ് എടുക്കുക. ഇനി രണ്ട് മെത്തേഡ് കാണിച്ചു തരാം. ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെന്നിട്ട് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റിൽ കസ്റ്റമൈസ് കൊടുത്തിട്ട് നമുക്ക് അതേ ഓർഡറിൽ തന്നെ നമ്മുടെ പിക്ചേഴ്സ് അതിൽ ഇൻസേർട്ട് ചെയ്യും. ഇത് ഭയങ്കര ഈസി മെത്തേഡാണ്. ഓൾറെഡി ഓർഡേഴ്സ് ഒക്കെ അതിൽ തന്നെ ക്രിയേറ്റഡ് ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്ത അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത പിക്ചേഴ്സ് നമുക്ക് ക്രിയേറ്റ് ഡിസൈനിൽ പോയിട്ട് A4 ആണോ A3 ആണോ വേണ്ടിയെന്നുള്ള ഡോക്യുമെന്റിൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഓപ്പൺ ആയി വരുന്ന ഇന്റർഫേസിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പിക്ചേഴ്സ് എല്ലാം കൂടെ ദെൻ കമ്പ്യൂട്ടറിലാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയിട്ട് ഡൗൺലോഡ് പോലും ചെയ്യേണ്ട. അതൊരു നല്ല ഐഡിയ അല്ലേ? ഇങ്ങനെ നമുക്ക് ഓരോ ഫോട്ടോസ് അറേഞ്ച് ചെയ്യാം. ബെസ്റ്റ് ഫോർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു കാർഡ്ബോർഡ് ഉണ്ട്. ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. ഇതിലാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ വിഷൻ ബോർഡ്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നൊന്നുമില്ല, കാരണം ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കാണിക്കുന്നതിലാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ വിഷൻ ബോർഡ് സെറ്റാക്കി വെക്കാനാണ് എൻ്റെ പ്ലാൻ. വെട്ടിയൊട്ടിക്കൽ പരിപാടി ഒന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഒട്ടിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരുടെ വിഷൻ ബോർഡ് ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ പുതിയ വർഷം വേണമെന്നൊന്നുമില്ല നന്നാവാനും കാര്യങ്ങളായിട്ടൊക്കെ. നമുക്ക് ഓരോ ഡേയും നമുക്ക് ഓരോ ചാൻസസ് ആണ്. സോ അങ്ങനെ ബിലീവ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജാനുവരി 1 തൊട്ട് അല്ലെങ്കിൽ 2 തൊട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നന്നാവുന്നതാണ്. സോ ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യു ടൈം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് അടിപൊളിയാവുക. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ ഐഫോണിലെ സ്റ്റോറേജ് അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക. 2026 അല്ലേ, പുതിയൊരു സബ്സ്ക്രൈബറായിട്ട് കൂടെ കൂടിക്കോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.